അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്താണ്. അപ്പോൾ നമ്മൾ വാഹനത്തിലെ ഫുഡൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവരുടെ വണ്ടിയുടെ പേര് വന്നിട്ട് അലിഫ് മഹൽ എന്നാണ്. നോക്കാം നമുക്ക് ഇവിടുത്തെ ഫുഡിലേക്ക്. അപ്പോൾ നമ്മുടെ ബായ് പൊറോട്ട വിഷയമാണ് അല്ലേ? हाँ भैया, नाम क्या है आपका? अर्जुन सिंह। सिंह कोई नहीं है ना आप? അർജുൻ സിംഗിൻ്റെ പൊറോട്ടയാണ് കേട്ടോ. ആളെ കണ്ടോ? ഇതാണ് അർജുൻ സിംഗ് കേട്ടോ. अच्छा परोठा बना दिया? हाँ अच्छे बनाते हैं, अच्छे से हो गया बनाते बनाते। किधर का है? नेपाल? नेपाल का है? हाँ വണ്ടിക്കകത്താണ്. അപ്പോൾ നോക്കാം, നമുക്ക് വണ്ടിക്കകത്തൊന്ന് കയറി ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ എന്ന് പൊരിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ റിങ്കു സർദാറിൻ്റെ ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ഇന്ന് മസാലയൊക്കെ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ്. ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. हाँ रिंकू सरदार जी कैसा है? बढ़िया है। बढ़िया है, अच्छा है। अच्छा है। എനിക്ക്
അപ്പോൾ നമുക്ക് ഈ കട നടത്തുന്ന ആളിനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട്? ഞാൻ 2001 ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2001 അപ്പോൾ 2024 ആ, അപ്പോൾ 23 24 കൊല്ലമായി. 24 കൊല്ലം. ശരി, 24 കൊല്ലം കഴിയാറായി. ശരി, ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ എന്തൊക്കെ ഐറ്റംസ് സ്പെഷ്യൽ എന്തൊക്കെയാണ്? സ്പെഷ്യൽ വന്നിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് റോസ്റ്റ്, ചില്ലി ഗോബി, പിന്നെ കടലക്കറി, ഗ്രീൻ പീസ്, പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. മുട്ട ഉണ്ടോ? മുട്ടക്കറി ഉണ്ടോ? മുട്ടക്കറിയുണ്ട്. മുട്ടക്കറി. ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എത്ര ടൈം വരെ വർക്ക് ചെയ്യും നമ്മുടെ ഈ ഷോപ്പ്? 7 മണിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 7 മണിക്കാണ്? 7 മണി സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 7 മണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 1-1:30 മണി വരെ ഉണ്ടാവും. രാത്രി 1:30 മണി വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ശരി. ഓക്കെ, ശരി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സെയ്തെന്നാണ്. കടയുടെ പേര്, കടയുടെ ലൊക്കേഷൻ? അലിഫ് മഹാൽ. നമ്മൾ വെള്ളയമ്പലത്ത് നിന്ന് ശാസ്ത്രത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ മാറി, വെള്ളയമ്പലം ജംഗ്ഷൻ 100 മീറ്റർ മാറി വരുമ്പോൾ വെള്ളയമ്പലത്തിൽ നിന്ന് ശാസ്തമംഗലം പോകുന്ന റോഡാണ് അല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മളെ കൂടെ ചെലവഴിച്ചതിന് നന്ദി.